ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ദേശാഭിമാനിയുടെ അക്ഷരമുറ്റം എന്ന് പറയുന്ന ടാലൻറ്റ് ഫെസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ദേശാഭിമാനി അക്ഷരമുറ്റം എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ റിസൾട്ട് വരുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അറിവുത്സവമായ അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് 2025 ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനായി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടുകളെല്ലാം നമുക്ക് പരിശോധിക്കാം. ആദ്യമേ കാണുന്ന റിസൾട്ട് അവരുടെ ന്യൂസ് പേപ്പറിൻ്റെ ലിങ്കുകളാണ് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് അക്ഷരമുറ്റം ദേശാഭിമാനി എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അക്ഷരമുറ്റത്തിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അക്ഷരമുറ്റം സ്കൂൾ തല മത്സരത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത സ്കൂളുകൾ അവരുടെ സ്കൂൾ കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത എല്ലാവരും ഇവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ഇനി പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സ്കൂളുകളാണ് എങ്കിൽ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വരുന്ന ഇൻ്റർഫേസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. അതായത് സ്കൂൾ കോഡ്, പിന്നെ ഏത് ഡിസ്ട്രിക്റ്റാണ് എന്നുള്ളത് കൊടുക്കുക, സബ് ഡിസ്ട്രിക്റ്റ്, സ്കൂൾ നെയിം, സ്കൂൾ അഡ്രസ്സ്, അങ്ങനെ അതെല്ലാം കൊടുത്തതിന് ശേഷം കാറ്റഗറി കൊടുക്കുക. കാറ്റഗറിക്കകത്ത് വരുന്നത് ഗവൺമെൻറ് ആണോ, എയ്ഡഡ് ആണോ, അൺഎയ്ഡഡ് ആണോ എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ ഫോൺ നമ്പറും പ്രിൻസിപ്പലിൻ്റെ ഇമെയിൽ ഐ ഡിയും, പിന്നെ ഈ അക്ഷരമുറ്റം കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണോ അവരുടെ പേരും അവരുടെ മൊബൈൽ നമ്പരും, പിന്നെ സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡിയും നമുക്ക് കൊടുത്തതിന് ശേഷം രജിസ്റ്റർ സ്കൂൾ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ സ്കൂള് രജിസ്റ്റർ ആകുന്നതായിരിക്കും. ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആദ്യമേ കണ്ട ഇൻ്റർഫേസിൽ പോയി ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ നമുക്കിവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന ഇൻ്റർഫേസിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ കോഡ് തന്നെയാണ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ഈ വർഷം ആദ്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പാസ്വേഡ് കൊടുക്കേണ്ടത് സ്കൂൾ യൂസർ നെയിം എന്താണോ അത് തന്നെയാണ് നമുക്ക് പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ യൂസർ നെയിം കൊടുത്തു. ഇനി പാസ്വേഡ് ആ യൂസർ നെയിം തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ യൂസർ നെയിം കൊടുക്കുമ്പോഴത്തേക്കും ഹയർ സെക്കൻഡറി സ്കൂളുകളാണെങ്കിൽ ഈ കോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് HFS എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ CBSE സ്കൂളുകളാണ് എങ്കിൽ CBSE എന്നതിന് ശേഷം സ്കൂൾ കോഡ് കൊടുക്കുക, അതിന് ശേഷം പാസ്വേഡ് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ലോഗിൻ കൊടുക്കാവുന്നതാണ്. ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അത് അപ്ഡേറ്റ് ചെയ്യുകയാണ് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത്. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എങ്കിൽ ചേഞ്ചസ് വരുത്തി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോൺ നമ്പറും പ്രിൻസിപ്പലിൻ്റെ ഇമെയിൽ ഐ ഡിയും, അതുപോലെ തന്നെ അക്ഷരമുറ്റത്തിൻ്റെ കോർഡിനേറ്റർ ആരാണോ അവരുടെ പേരും അവരുടെ മൊബൈൽ നമ്പരും, അതിനുശേഷം സ്കൂളിൻ്റെ ഇമെയിൽ ഐ ഡിയും കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അത് എല്ലാം കൃത്യമായിട്ട് പൂരിപ്പിച്ച് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് സ്കൂൾ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് അപ്ഡേറ്റ് സ്കൂൾ എന്ന് പറയുന്ന ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അക്ഷരമുറ്റത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച
ഉച്ചയോടുകൂടി 2 മണിക്കാണ് ക്വിസ് മത്സരം നടത്തേണ്ടത് എന്നുള്ള കാര്യം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിർദ്ദേശങ്ങൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.